RCB ടീമിന് ശരിക്കും ഭാഗ്യമില്ല. ഇന്ന് ഒരു റൺസിനാണ് RCB കളി തോറ്റത്. കോഹ്ലി ക്രീസിലുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് RCB കളി ജയിച്ചേനെ. പക്ഷേ തേർഡ് അമ്പയർ കോഹ്ലിക്ക് ഔട്ടാണ് കൊടുത്തത്. അതുകൊണ്ടാണ് പണിയായത്. ശരിക്കും കോഹ്ലിയുടെ ഔട്ട് നോ ബോളാണോ അല്ലയോ? ഇപ്പോഴത്തെ കളി കഴിഞ്ഞ ശേഷം അമ്പയർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അമ്പയർ ഇതിനെപ്പറ്റി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് RCB ഒരു റൺസിനാണ് കളി തോറ്റത്. കരൺ ശർമ്മ അടിച്ചു കളിച്ചിട്ടും RCBക്ക് ജയിക്കാൻ സാധിച്ചില്ല. ഇന്ന് കളി തോറ്റ ശേഷം അമ്പയർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കോഹ്ലിയുടേത് ഔട്ടായിരുന്നു, പക്ഷേ കോഹ്ലി റിവ്യൂ വിളിച്ചു. അതുകൊണ്ടാണ് ഞാനത് തേർഡ് അമ്പയർക്ക് കൈമാറിയത്. അതിൽ കോഹ്ലിയുടേത് നോ ബോൾ അല്ലെന്ന് തെളിഞ്ഞിരുന്നു. പക്ഷേ ബോൾ താരത്തിൻ്റെ അരയിൽ നിന്ന് കുറച്ച് പൊക്കത്തിലാണ് പോയിരുന്നത്. എന്നാൽ കോഹ്ലി അവിടെ ക്രീസിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഔട്ട് കൊടുത്തത്. ശരിക്കും കോഹ്ലി ക്രീസിലുണ്ടെങ്കിൽ അത് നോ ബോൾ തന്നെയാണ്. ഇതാണ് നോ ബോളിൻ്റെ നിയമം. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കോഹ്ലി അത് തെറ്റിദ്ധരിച്ചു. അദ്ദേഹത്തിന് അത് നോ ബോൾ ആയിട്ടാണ് തോന്നിയത്. അത് ഞങ്ങളുടെ കുഴപ്പമല്ല. കോഹ്ലിയുടെ വിക്കറ്റ് അത് ഔട്ട് തന്നെയാണ്. അതിലാർക്കും തന്നെ സംശയമില്ലെന്ന് അമ്പയർ വ്യക്തമാക്കി. ആരാധകർ വലിയ ദേഷ്യത്തോടു കൂടിയാണ് കോഹ്ലിയുടെ ഔട്ടിനെ എടുത്തത്. സോഷ്യൽ മീഡിയയിൽ കോഹ്ലിയായിരുന്നു ഇന്ന് ട്രെൻഡിങ്. അത് ഔട്ടല്ലെന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അമ്പയർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. കോഹ്ലിയുടേത് ഔട്ടാണെന്ന് തന്നെയാണ് അമ്പയർ പറയുന്നത്. ശരിക്കും കോഹ്ലി ക്രീസിലുണ്ടായിരുന്നുവെങ്കിൽ അത് ഔട്ടാവില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കോഹ്ലി ക്രീസിലല്ല. എന്തായാലും RCB കളി തോറ്റു. അതും ഒരു റൺസിനാണ് RCB കളി തോറ്റത്. അതിലാണ് ആരാധകർക്ക് വിഷമമുള്ളത്. ഇനി RCBക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. ഇനിയുള്ള എല്ലാ മാച്ച് ജയിച്ചാലും RCBക്ക് 14 പോയിന്റ് മാത്രമേ ആകാൻ സാധിക്കൂ. ഒരു ടീമിന് പ്ലേ ഓഫിലെത്തണമെങ്കിൽ 16 പോയിന്റ് ആവശ്യമാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ്